വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. സോ നിങ്ങളുടെ സ്വന്തം യാസറാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ഓരോ ചാപ്റ്ററും ഏറ്റവും ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നോക്കിക്കൂടാ, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഡയറി എൻട്രിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അതുപോലെ ലെറ്റർ, നെറേറ്റീവ്, പാരഗ്രാഫ് ഓർ ഒന്നെങ്കിൽ പാരഗ്രാഫ് അല്ലെങ്കിൽ റൈറ്റപ്പ് ചോദിക്കണം. റൈറ്റപ്പിനാണ് ഒന്നും കൂടി ചാൻസ് ഉള്ളത്, നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ആർട്ടിക്കിളിന്റെ ക്വസ്റ്റ്യൻ, ഇത് ഞാൻ പറയുന്നത് ഒരു 30% മാത്രമേ ഇതിന് ചാൻസ് ഉള്ളൂ. അപൂർവമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കി പോകാന്നുള്ളത്. ഇന്ന് രാത്രിക്കത്തെ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് പറയും. ദെൻ പിന്നെ റിവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ അപ്രിസിയേഷനോ റിവ്യൂ. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ പോയത്തിൻ്റെ കേസിലാണ് വരെ, ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് എന്താവും, റിവ്യൂ ആയിട്ട് മാറുന്നതാണ്. പിന്നെ ക്യാരക്ടർ സ്കെച്ച്, ഏഞ്ചൽ, പെലായോ, എലിസണ്ട. നോട്ട് ചെയ്ത് വെച്ച മക്കളെ, കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ചത് ഏഞ്ചൽ, അതായത് ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഈ വർഷം സാധ്യതയുള്ളത് പെലായോയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. നല്ലൊരു സാധ്യത സാറ് കാണുന്നുണ്ട്. നാളെ നിങ്ങൾ കാണാൻ പോകുന്ന നിങ്ങളുടെ SLC ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് പെലായോയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ. ദെൻ അപ്പോൾ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. എലിസണ്ട ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരു സാധ്യതയായിട്ട് സാറ് പറയാനുള്ള കാരണം പെലായോയുടെ ക്യാരക്ടർ സ്കെച്ച് സർക്കാർ ഇറക്കിയ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിലുണ്ട്, മോഡലിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേ ബി അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കോൺവെർസേഷൻ ഡയലോഗ്, ഈ ഡയലോഗ് എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ, നമ്മളെ എന്താ പറയുക, ആക്റ്റീവ്സ് പാസീവ്സ് അതിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇവിടെ നിങ്ങൾ കോൺവെർസേഷൻ എന്നുള്ളതാണ്. എന്തെങ്കിലും കോൺവെർസേഷൻ ബിറ്റ്വീൻ എലിസണ്ട ആൻഡ് പെലായോന്നോ അല്ലെങ്കിൽ ഏഞ്ചൽ ആൻഡ് എലിസണ്ട, ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിന്. രണ്ടാമത്തെ ചാപ്റ്ററിന് ഇതുപോലെ ഡയറി എൻട്രി, അതുപോലെ തന്നെ ലെറ്റർ, നെറേറ്റീവ്, റൈറ്റപ്പ്, അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട്. അതുപോലെ ഈ ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഏരിയ ഇവിടുന്ന് വരാൻ ചാൻസ് ഉണ്ട്. പെലായോയുടെ വീട്ടിൽ എന്ത് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഓൾഡ് മാൻ വന്നു എന്ന് പറഞ്ഞില്ലേ, ഓൾഡ് മാൻ വന്നു, പെലായോയുടെ വീട്ടിൽ ഏഞ്ചൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളെ നിങ്ങൾ കാണാൻ പോകുന്ന SLC ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് കാണാൻ പറ്റും, ന്യൂസ് റിപ്പോർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ചിലപ്പോൾ ചോദിക്കുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആയിരിക്കും. ശരിക്കും പഠിച്ചു വെച്ചോ. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ന്യൂസ് റിപ്പോർട്ട് സെറ്റാക്കി വെക്കാം. പിന്നെ ആർട്ടിക്കിൾ, ന്യൂസ് റിപ്പോർട്ടും ആർട്ടിക്കിൾ ഒന്നിച്ച് ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ കേട്ടോ. പിന്നെ റിവ്യൂ ആയിരിക്കും ചോദിക്കുക ചാപ്റ്റർ അതിനെ കൊണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു പോസിബിലിറ്റി സാറ് കാണുന്നുണ്ട്. വ്ളാഡിസ്ലോ സ്പിൽമനും ഉണ്ട്, ജർമ്മൻ ഓഫീസറും ഉണ്ട്. ഈ സ്പിൽമനും ജർമ്മൻ ഓഫീസറും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പറയുകയാണ്. ഇതൊരു 70%, ഇതൊരു 30% ആണ്. അപ്പോൾ നിങ്ങൾ സ്പിൽമനെ നല്ലോണം അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് സാറ് പറയുന്നത്. ചിലപ്പോൾ നാളെ നിങ്ങൾ കാണാൻ പോകുന്ന SSLC ഓണം എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ, അതായത് ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ എന്തായിരിക്കും, വ്ളാഡിസ്ലോ സ്പിൽമൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. മേബി നല്ല ചാൻസ് ഉണ്ട്. ഇൻഡയാറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നായിരിക്കും. അതായത് നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു വ്ളാഡിസ്ലോ സ്പിൽമൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് ജർമ്മൻ ഓഫീസറുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. ശരിക്കും പഠിച്ച് മനസ്സിലാക്കി വെച്ചോ. അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ്റെ ക്വസ്റ്റ്യൻ, അതായത് കോൺവെർസേഷൻ ബിറ്റ്വീൻ വ്ളാഡിസ്ലോ സ്പിൽമൻ ആൻഡ് ജർമ്മൻ ഓഫീസറിനോ അല്ലെങ്കിൽ വേറൊരു സ്ത്രീലിനോ എന്തോളം പേര്, ആ ഒരു പിന്നെ പോലീസുകാരെ അവളുമായിട്ടുള്ള കോൺവെർസേഷൻ എന്തും ചോദിക്കാം. ഓക്കെ, ദെൻ പിന്നെ നമുക്കറിയാം ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമൻ. അതിനെന്തായാലും നിങ്ങളോട് എന്ത് ചെയ്യുക, ഉറപ്പിച്ച് വെച്ചോ. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമൻ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു അപ്രിസിയേഷൻ എന്തായാലും ചോദിക്കും. 100% എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. നാളത്തെ SSLC ഓണം എക്സാം 2026 നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള അപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അപ്രിസിയേഷൻ, പോയം കോംപ്രിഹെൻഷൻ, കമ്പാരിസൺ പാരഗ്രാഫ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയം കോംപ്രിഹെൻഷൻ നല്ല കുറച്ച് വരികൾ നമുക്ക് ഇങ്ങനെ തരും, അതിന് താഴെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ കമ്പാരിസൺ പാരഗ്രാഫ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തരും. നമ്മുടെ എന്താ പറയുക, സാർ അതിൻ്റെ വീഡിയോ ചെയ്യും. അന്ന് രാത്രിക്കത്തെ ലൈവിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരെ എൻ്റെ മോഡൽ സാർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഈ 3 ക്വസ്റ്റ്യനും 100% ഉറപ്പാണ്. കാരണം നമുക്ക് ആകെ പഠിക്കാൻ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. പോയിന്റ് ടൈപ്പുള്ള സാധനം ആ സ്പീച്ച് ആണല്ലേ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെറ്റായിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നുള്ളത് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ, ഡയറി എൻട്രി, ലെറ്റർ, ഇമെയിൽ ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ചോ. ഒരു ഇമെയിലിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഓൾഡ് മാൻ ഇമെയിൽ അയക്കൂല, മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്പിൽമൻ്റെ ചാപ്റ്ററിൽ നിന്ന് മെയിൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു മെയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു നെറേറ്റീവിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റപ്പ് ചോദിക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ ചോദിക്കാം. ആർട്ടിക്കിൾ അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട്. ഇവിടെ എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഈ ആർട്ടിക്കിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിവ്യൂ ചോദിക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ശ്രീകാന്ത് പൊള്ള അല്ലെങ്കിൽ ശ്രീകാന്ത് പൊള്ളൻ്റെ പാരൻസിൻ്റെ കേട്ടോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ചിലപ്പോൾ നിങ്ങൾ നാളെ കാണാൻ പോകുന്ന ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് ശ്രീകാന്ത് പൊള്ള ആയിരിക്കും. ഓക്കെ, ശരിക്കും പഠിക്കാം. അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേ ബി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിനിക്സ് റിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഡയറി എൻട്രി, ലെറ്റർ, നെറേറ്റീവ്, റൈറ്റപ്പ്, പിന്നെ റിവ്യൂ, ആർട്ടിക്കിൾ, ക്യാരക്ടർ സ്കെച്ച്, ബബ്ലു കീവാന്ത് അല്ലെങ്കിൽ ഗൗരി. ശരിക്കും പഠിച്ചു വെച്ചു. ചിലപ്പോൾ നിങ്ങളോട് നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ ആയതായിരിക്കും നമ്മളുടെ ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആയിരിക്കും. ശരിക്കും പഠിച്ചു വെച്ചോട്ടോ. ദെൻ കോൺവെർസേഷൻ നിങ്ങൾ സെറ്റായിട്ട് ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സാധനം നമുക്ക്
സെറ്റാക്കാം, അടിപൊളിയാക്കാം, അത്രയൊക്കെയാണ് മക്കളെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് ഇപ്പോൾ സാറ് പറഞ്ഞ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാം. ഇപ്പോൾ സാർ ഇതിൽ എല്ലാം പറയുന്നില്ല. ടോട്ടൽ ഇംഗ്ലീഷിൽ അത് 18 ഡിസ്കോഴ്സ് ഉണ്ട്. ആ 18ൽ 1 2 3 4 5 6 7 8 8 ഫിനിക്സൈസസിന് ചാൻസ് ഉള്ളത്, അതിന് ചാൻസ് ഉള്ളത് ഇങ്ങനെയാണ്. അങ്ങനെ ഓരോന്ന് കൃത്യമായിട്ട് ഇതാണ് ചാൻസ് എന്ന് കൃത്യമായിട്ട് സാറ് പറയുന്നുണ്ട്. മുഴുവൻ ഡിസ്കോഴ്സിൻ്റെ ലൈവ് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി കൊണ്ട് പറയുകയാണെങ്കിൽ 4 മണി 5 മണിയാകുന്ന സമയത്ത് ഷാഫി സാറെ ഡിസ്കോ പിന്നെ ഗ്രാമറിൻ്റെ ലൈവ് ഉണ്ട്. രാത്രി 7 പ്രഡിക്ഷൻ ലൈവ് ഉണ്ട്. മക്കൾ അവിടെ വന്നോ, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇവിടെ സാറ് പറഞ്ഞ എല്ലാ ഡിസ്കോസിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് ഗ്രാമറും എല്ലാം സെറ്റാക്കുന്ന അടിപൊളി ലൈവുമായിട്ട് കൃത്യം 7 സാറും ഷാഫി സാറും വരുന്നുണ്ട്. സെറ്റാക്കാം മക്കളെ. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.